സ്ഥിതിമേതാം സമാലോക്യ കലുഷാമനവസ്ഥിതാം വ്യാമോഹമുപഗച്ഛാമഃ സത്യാസത്യവിവേകതഃ. അനവസ്ഥിതാം സ്ഥിരമല്ലാത്ത ഏതാം സ്ഥിതി ഈ അവസ്ഥയെ സമാലോക്യ കണ്ടിട്ട് സത്യാസത്യ വിവേകത സത്യാസത്യ വിവേകത്തിൽ നിന്ന് സത്യാസത്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിവില്ലാത്തവരായിട്ട് വ്യാമോഹം അജ്ഞാനത്തിലേക്ക് ഉപഗച്ഛാമഹ ഞങ്ങൾ സഞ്ചരിക്കുന്നു. ഈ ലോകത്ത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ലോകത്തിൻ്റെ രീതി പലതായതുകൊണ്ട് ഞങ്ങൾ കാണുന്നതും കേൾക്കുന്നതും ബന്ധപ്പെടുന്നതൊക്കെ ഈ ലോകത്ത് കളങ്കിതമായ അവസ്ഥയിലാണ്. എല്ലായിടത്തും കളങ്കം ഉണ്ടായിരിക്കുന്നത്, എല്ലായിടത്തും മായം, എല്ലായിടത്തും അഴിമതി, എല്ലായിടത്തും പ്രശ്നങ്ങളായതുകൊണ്ട് ഇതിൽ സത്യാസത്യ വിവേകത്തിൽ നിന്നിട്ട് ഇന്ന് ഞങ്ങൾ വ്യതിചലിച്ചു പോകുന്നു. ഒരു 1000 പേര് ജോലി ചെയ്യുന്ന ഒരു ഓഫീസിൽ എല്ലാവരും അഴിമതിക്കാരാണെങ്കിൽ ഒരാൾക്ക് മാത്രം അഴിമതിയില്ലാതെ മാന്യനായിട്ടിരിക്കാൻ പറ്റില്ല. കാരണം അയാളെ ഈ 999 ആളുകളും ചേർന്ന് മോശപ്പെട്ടവനാക്കി മാറ്റും, മോശപ്പെട്ടവനായിട്ട് ചിത്രീകരിക്കും. 1000 പേരുള്ള ഒരു സ്ഥാപനത്തിൽ 999 പേര് അഴിമതി കാണിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അഴിമതി കാണിക്കുന്നവൻ ആദരിക്കപ്പെടും, ബഹുമാനിക്കപ്പെടും. ഒരു അഴിമതിയും കാണിക്കാത്തവൻ നിന്ദിക്കപ്പെടും. ഇതാണ് ലോകം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഞങ്ങൾക്ക് ഈ സമൂഹം ആകവേ കളങ്കിതമായിരിക്കുന്നത് കൊണ്ട് സത്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും സ്വഭാവം എന്തെന്ന് അറിയാൻ പറ്റുന്നില്ല ഗുരു. ഞങ്ങൾക്കത് പറഞ്ഞു തരണം, ഏതാണ് സത്യം ഏതാണ് അസത്യം. 25-ാമത്തെ ശ്ലോകം അതോടുകൂടിയിട്ട് ഈ ചോദ്യങ്ങൾ നിലയ്ക്കാണ്. സർവതത്വാർത്ഥവേത്താസി ലോകസ്യ വിവിധാകൃതേഃ ആപൂര്യയാഞ്ചാമസ്മാകം ഗുരോഹ്യനുഗൃഹാണനഃ. ഹേ ഗുരു, അല്ലെങ്കിൽ ഗുരു, വിവിധാകൃതേ പല തരത്തിലുള്ള ലോകസ്യ ലോകത്തിൻ്റെ സർവതത്വാർത്ഥവേത്താസി സർവതത്വാർത്ഥങ്ങളെയും അറിയുന്നവനാണല്ലോ അങ്ങ്. ഗുരു ലോകത്തിൻ്റെ സർവതത്വങ്ങളെയും അറിയുന്നവനാണ്. ഞങ്ങളുടെ അസ്മാകം യാജ്ഞാം അപേക്ഷയെ ആപൂര്യ പൂർത്തിയാക്കി നഹ ഞങ്ങളെ അനുഗ്രഹിച്ചാൽ. ഞങ്ങൾ എല്ലാവരുമായിട്ട് വന്നിരിക്കുകയാണ്. ബോധാനന്ദസ്വാമി മാത്രമല്ല, ബോധാനന്ദസ്വാമിയുടെ കൂടെ മറ്റ് ശിഷ്യന്മാരുണ്ട് കുറേ പേര്. അന്ന് ഗുരുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചിലപ്പോൾ ഗോവിന്ദാനന്ദ സ്വാമികളും അച്യുതാനന്ദ സ്വാമികളൊക്കെ ഉണ്ടാകും. എല്ലാവരും കൂടി വന്നിരിക്കുക. എല്ലാവരും കൂടി വന്നിട്ട് പ്രതീതിയായിട്ട് ബോധാനന്ദ സ്വാമികൾ ചോദിക്കുന്നു. ആ ചോദ്യങ്ങൾ കേട്ട് എല്ലാം അറിയുന്ന ഗുരു ഞങ്ങളുടെ അപേക്ഷയെ വേണ്ടവണ്ണം മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഈ ലോകത്ത് വഴി നടക്കാൻ പാടില്ലാതായിരിക്കുന്നു. ധർമ്മമേത് അധർമ്മേതെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല, സത്യമേത് അസത്യമേതെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. സമൂഹം ആകവേ ഒരു കുഴമറിഞ്ഞ രീതിയിലാണ് പോകുന്നത്. ധർമ്മത്തിൻ്റെ അപജയം അത്രമാത്രം ഈ സമൂഹത്തിലുണ്ട്. അവിടെ ഒരു മഹാത്മാവിൻ്റെ വചനം ശ്രദ്ധയോടെ നമ്മൾ കേട്ട് മനസ്സിലാക്കണം. എന്താണ് ആ ഗുരു നമ്മളോട് പറയാൻ പോകുന്നത്? ഇനിയാണ് ഗുരുവിൻ്റെ ധർമ്മത്തെക്കുറിച്ചുള്ള യഥാർത്ഥത്തിലുള്ള ഒരു വിവരണം ഉണ്ടാകുന്നത്.